തിരുവനന്തപുരം നഗരസഭയിലെ ഓണം ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഒരുപക്ഷെ BJP ഭരണത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷം അത് കെങ്കേമമാക്കുകയാണ്. നമ്മൾ സാധാരണ കൗൺസിൽ യോഗങ്ങളിൽ കാണുന്ന വ്യക്തി വിരോധങ്ങളോ വൈരാഗ്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നായി നിന്ന് തന്നെ ഓണം ആഘോഷിക്കുകയാണ്. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ മേയർ VV രാജേഷ് ഇവിടെയുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. മേയർ ശ്രീ VV രാജേഷ്, താങ്കൾ വീണ്ടും തിരുവനന്തപുരത്തെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തുറന്ന സമയത്ത് മേയർക്ക് എയർ വഴി നിർധനരായ ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുണ്ടായി. ഇപ്പോൾ ഇതാ വീണ്ടും നഗരസഭയിലെ മുഴുവൻ ജീവനക്കാർക്കും മേയർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതാദ്യമായി ഓണക്കിറ്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് എന്താണ് പറയാനുള്ളത്? അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രവർത്തന വിജയം കണ്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പലരും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ പ്രവർത്തന വിജയം എന്ന് പറയുമ്പോഴേക്കും ഒരു മേയറോ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരോ ഡെപ്യൂട്ടി മേയറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മാത്രമല്ല, ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്. ഡോഗ് സ്ക്വാഡ് ജീവനക്കാരുണ്ട്, ശുചീകരണ തൊഴിലാളികളുണ്ട്, മറ്റ് പല വിഗ്ഗിലെ ആൾക്കാർ, അവരൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് കോർപ്പറേഷൻ മൊത്തത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഓണാഘോഷം തീരുമാനിക്കുന്നു. ഞങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ ഞങ്ങളുടെ ജീവനക്കാർക്കും കൊടുക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന അതേ കിറ്റ് തന്നെ ഓണത്തിന് ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിന് കോർപ്പറേഷൻ്റെ പ്ലാൻ ഫണ്ടോ ഓൺ ഫണ്ടോ ഒരു തുകയും ഞങ്ങൾ എടുത്തിട്ടില്ല. കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൽ സ്നേഹമുള്ള താല്പര്യമുള്ളവരുടെ സഹായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കോർപ്പറേഷനിലെ 4000 ജീവനക്കാർക്കും 101 കൗൺസിലർമാർക്കും നാളെ ഓണക്കിറ്റും വനിതാ ജീവനക്കാർക്കും കൗൺസിലർമാർക്ക് സാരിയും പുരുഷന്മാർക്ക് മുണ്ടും ഒക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഓണാഘോഷം തീരുമാനിച്ചു. അത് മേയർ കെയർ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ഒരു പദ്ധതി തുടർച്ചയായിട്ട് ഇനിയും മറ്റു പല ആഘോഷ അവസരങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലെ വിഷമ സാഹചര്യങ്ങളിൽ കൂടെ നിൽക്കുക, അതോടൊപ്പം തന്നെ സന്തോഷത്തിൽ ഒപ്പം ചേരുക എന്നുള്ളതൊക്കെയാണ് മേയർ കെയർ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത്. അത് തുടരും. ഓക്കെ, എന്തായാലും ഈ ഓണത്തിന്റെ സമയത്ത് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ജനങ്ങൾക്ക് ഈ ഓരോ ഓണവും നമ്മൾ ആഘോഷിക്കുമ്പോഴേക്കും നമ്മുടെ ഐക്യം വർദ്ധിക്കുന്നു, ഉന്മേഷം വർദ്ധിക്കുന്നു, പ്രതീക്ഷ വർദ്ധിക്കുന്നു. ആ വർദ്ധിക്കുന്ന പ്രതീക്ഷയും ആവേശവും ഒക്കെ തന്നെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുതൽക്കൂട്ടാകണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2047 ഇന്ത്യ ലോകത്തിലെ വികസിത രാഷ്ട്രമാണെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് എത്തുവാനുള്ള ഒരു എനർജി, ഒരു ഊർജ്ജമായി മാറണം ഓരോ ആഘോഷങ്ങളും. ഈ തിരുവനന്തപുരം നഗരസഭ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിന്റെ തിരുമുറ്റത്താണ് ടൂറിസം വാരാഘോഷം നടക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. ഈ ഒരു സമയത്ത് എന്താണ് സുരക്ഷ സംബന്ധിച്ച് പറയാനുള്ളത്? പോലീസുമായിട്ട് ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണം മുഴുവൻ ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഏറ്റവും സുരക്ഷയോടുകൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന നഗരമാണ് തിരുവനന്തപുരം എന്ന് തെളിയിക്കുന്നത് കൂടിയായിരിക്കും ഈ ഓണാഘോഷം. തീർച്ചയായും പ്രതികരിച്ചതിന് വളരെ നന്ദി ശ്രീ രാജേഷ്. സൂചിപ്പിച്ചതുപോലെ സമത്വസുന്ദരമായ ഒരു ഓണം, ആ ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവനന്തപുരം നഗരസഭയിൽ പൂർണ്ണമായിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ ഓണം അത് ഇവിടെ കെങ്കേമമായി തന്നെ ഇക്കുറി ആഘോഷിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP ഭരണത്തിൽ വന്ന ശേഷമുള്ള ആദ്യ ഓണാഘോഷമാണ് അത്. മേയർ ശ്രീ VV രാജേഷിന്റെ നേതൃത്വത്തിൽ വളരെ കെങ്കേമമായി തന്നെ നഗരസഭ ആസ്ഥാനത്ത് അതിന്റെ ആഘോഷ പരിപാടികൾ തുടരുകയാണ്. ക്യാമറമാൻ ശ്യാമിനൊപ്പം സനോജ് നായർ, തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.